ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ്, ഗൈഡൻസ്, എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്ത് നല്ല സുഖമായിട്ടിരിക്കണം. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ബെഡിൽ കിടന്നിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ശ്വാസം വലിക്കുകയും ശ്വാസം വിടുകയും ചെയ്യണം. എന്നിട്ട് കണ്ണടച്ചിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ഒരു കണ്ണ് തുറന്ന് ഭൂമിയിലേക്ക് ചവിട്ടി എണീക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം തോന്നും. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇന്ന് പണിയിട്ട് പോയല്ലോ, സാറില്ല, നാളെ പ്രതികാരം നാളെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാലേ നാളെ രാവിലെ മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്. സക്സസ് വേൾഡ് കാർഡ് വന്നാൽ പിന്നെ എന്താണ് പറയുള്ളത്? നമ്മുടെ ആത്മീയ ചക്രത്തിലെ ലാസ്റ്റ് കാർഡാണ് വേൾഡ് കാർഡ്. അതായത് മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, സക്സസ്, ദ റൗണ്ട് ഈസ് റൗണ്ടഡ് അതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ഇതുവരെയും ചെയ്തുകൊണ്ട് വന്നത് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് നിങ്ങൾ ഇന്ന് എത്തുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് ഒരു കംപ്ലീഷനായിട്ട് നാളെ ഒരു പുതിയ തുടക്കമായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ആത്മീയ പാഠം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മീയ ചക്രം ഇന്നേ ദിവസം പൂർത്തിയായിട്ട് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ പുതിയ ഒരാളായിട്ടായിരിക്കും തുടങ്ങാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് വേൾഡ് കാർഡ് ഫസ്റ്റ് കാർഡായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ കർമ്മയൊക്കെ റിലീസായി നിങ്ങളുടെ ഒരു ആത്മീയ ചക്രം പൂർത്തിയാവുന്നതാണ് കേട്ടോ. ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വേൾഡ് കാർഡ്. അപ്പോൾ ഒരു വീല്, ഒരു സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് മേജർ അർക്കാന കാർഡിലെ 22ാമത്തെ കാർഡാണ്, ലാസ്റ്റ് കാർഡാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ആത്മീയ യാത്രയിലെ ലാസ്റ്റ് കാർഡ്. അപ്പോൾ നിങ്ങളൊരു സർക്കിൾ പൂർത്തിയാക്കിയെന്നാണ്, ഒരു വട്ടം നിങ്ങൾ ഈ ആത്മീയ പാഠം മൊത്തം കടന്നു വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, 22 മേജർ അർക്കാന കാർഡ്സ് ആണുള്ളത്. 22 മേജർ അർക്കാന എന്ന് പറയുന്നത് 22 ആത്മീയ പാഠങ്ങളാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് യൂണിവേഴ്സായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. മറ്റേ ബാക്കി സ്യൂട്ട്സ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും, നമ്മുടെ പെട്ടെന്ന് വരുന്ന എനർജീസാണ്. അപ്പം അത് നമ്മൾ ഗൈഡൻസ് കിട്ടി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാറ്റാൻ പറ്റും. പക്ഷേ മേജർ അർക്കാന കാർഡുകൾ അങ്ങനെയല്ല, അത് യൂണിവേഴ്സായിട്ട് നമുക്ക് തരുന്നതാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നിങ്ങളൊരു വലിയ അച്ചീവ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത്, നിങ്ങളുൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അത് വായിക്കാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു ജീവിതത്തിലെ ഒരു ചക്രം പൂർത്തിയാക്കിയെന്നാണ്, ഒരു ആത്മീയ ചക്രം, ആത്മീയ പാഠങ്ങളെല്ലാം പഠിച്ച് ഒരു ചക്രം പൂർത്തിയാക്കിയെന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നാളെ ഒരു പുതിയ ആളാണ് കേട്ടോ. കണ്ടോ, സ്റ്റാർ കാർഡാണ്. അപ്പം നിങ്ങൾ ഹീല് ചെയ്യപ്പെട്ടിരിക്കുന്നോ, നിങ്ങളുടെ വേദനകളെ ഹീല് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്, വേദനകളെല്ലാം ഹീല് ചെയ്തിരിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചാൽ എന്തെങ്കിലും കാർമിക് ഡെപ്റ്റുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ ഇന്നേ ദിവസം പൂർത്തിയാക്കി നിങ്ങൾക്ക് നാളെ ഒരു പുതിയ ആളായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാറാണ്, വളരെ പ്രതീക്ഷയുള്ള വളരെ സുന്ദരമായൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വരാനുള്ളതെന്നാണ് കാണുന്നത്. ഹീലിങ്ങിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഹീൽഡ് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നിരിക്കും. നിങ്ങളുടെ ചിന്തകളിൽ ഭയങ്കരമായ മാറ്റം ഇന്നലെ ഒരു ദിവസം കൊണ്ട് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇന്നലത്തെ ദിവസം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തകളിലാണ് നിങ്ങൾ മാറ്റം വരുത്തിയത്, അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തിട്ട് ഒരു സർക്കിൾ പൂർത്തിയാക്കി, ഇനി അടുത്തത് നാളെ തൊട്ട് ഞാൻ പുതിയ ഒരാളാണ്, ഇന്ന കാര്യങ്ങൾ ഞാൻ നാളെ മുതൽ ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ടുള്ള ആളുകൾ ആരാണെന്ന് പറയണം. ഓക്കെ,
കണ്ടോ 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 10 ഓഫ് വൺസ്. 10 ഓഫ് വൺസ് വെച്ചാൽ ആ സർക്കിൾ, കർമ്മ സർക്കിൾ പൂർത്തിയായി എന്നാണ്. അമ്പടെ പൊളിസോ. ഓക്കെ, 10 ഓഫ് വൺസ് പറഞ്ഞാൽ ആ കാർമിക് സൈക്കിൾ പൂർത്തിയായി എന്നാണ്. ഓക്കെ ഓക്കെ, ഓ മൈ ഗോഡ്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചിരുന്ന കർമ്മയെല്ലാം ഇനി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കർമ്മയെല്ലാം നിങ്ങൾ കുറേ പേരുടെ കർമാസ് റിലീസായിട്ടുണ്ട്. ആ റിലീസായതിനു ശേഷമുള്ള ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇത്രയും നാൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടാണ് ഇരുന്നെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ പോകുമ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നിരിക്കുന്നു. നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, അറിവായാലും ധനമായാലും സമ്പത്ത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാനുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു തുടക്കമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നീതിയുക്തമായിട്ട് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളായി നിങ്ങൾ മാറുമെന്നാണ്. അപ്പോൾ അത്രത്തോളം അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ കിട്ടുന്നതിലൊരു വിഹിതം ദാനം ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്തത് 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാർമിക് സൈക്കിൾ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിച്ച സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് ഇവിടെ എൻ്റെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കുറച്ചൊരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് കർമാസ് നിങ്ങൾ ഈ സമയം കൊണ്ട് റിലീസാക്കിയിട്ടുണ്ടാവും. അതിനർത്ഥം നിങ്ങൾ അത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു എന്നാണ്. ഈ കുറച്ച് നാൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള ജീവിതം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ ആയിരിക്കും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹാർഡ്ഷിപ്പുകൾക്കെല്ലാം ഒരു അവസാനം വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങളോട് പറയുന്നത് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയം വളരെയധികം മുറിപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനിമേൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ മുറിപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങളാണ് ആശ്വാസം നൽകേണ്ടത്. ഇവിടെ സ്റ്റാർ കാർഡ് വന്നപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഹീൽഡായി ഇനി നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് പ്രൊഫഷനിലുള്ള ഒരാളോ ആയിക്കോട്ടെ, അത് കൂടാതെ നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂടുതൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും, സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടാവും, നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും പുതിയ ഒരാളായിട്ടായിരിക്കും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് മാറിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരെ നമുക്ക് സഹായിക്കണമെങ്കിൽ, മറ്റുള്ളവർക്കൊരു പാഠം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പാഠം വ്യക്തമായിട്ട് അറിയാമായിരിക്കണം. അപ്പം നമുക്ക് ആ പാഠം നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നു, നമ്മൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണ് ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള പരിശീലനം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 3 ഓഫ് സോഡിൻ്റെ എനർജിയിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളാണ് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് നിങ്ങളാണ് കരുതലാവേണ്ടത്. അവർക്ക് നിങ്ങളാണ് ഹീലിംഗ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവരെ ദൈവം ചിലപ്പോൾ നിങ്ങളെ നിയോഗിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് അവരുടെ വേദന പങ്കിട്ടെടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ വേദന പങ്കിട്ട് കൊടുക്കാൻ ഒരാളായിട്ട് നിങ്ങളെ നിയോഗിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ മുതൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ഹീലിംഗ് പ്രൊഫഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ടാരോ പോലുള്ള ഹീലിംഗ് സ്പിരിച്വലായിട്ടുള്ള കുറേയധികം കോഴ്സുകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അതാണ് നിങ്ങളുടെ വഴി എന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം പെട്ടെന്ന് ഒരു ദിവസമൊന്നും ഒരിക്കലും ഒരാൾക്ക് ഒരു സോൾ പർപ്പസിലേക്ക് ചാടി വന്നെത്താനായിട്ട് പറ്റില്ല. ഇതിൻ്റെയൊക്കെ ട്രേറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻജന്മത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മുൻജന്മങ്ങളിൽ നിങ്ങൾ ഹീലേഴ്സ് ആയിരുന്നിരിക്കാം. അപ്പോൾ ആ ഹീലേഴ്സിനെ ഈ ജന്മത്തിലും അതിൻ്റെ ബാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പലവിധമായ കടമ്പകളിൽ കൂടെ നമ്മളെ കടത്തിവിടും. അപ്പം നമ്മൾ സൂചിക്കുഴലിൽ കൂടെ ഒട്ടകത്തെ കയറ്റുന്ന പറഞ്ഞ അവസ്ഥയിൽ കൂടെ നമ്മൾ ഇപ്പുറത്തുകൂടെ കയറി അപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു വഴിക്കാവും. അപ്പം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ വേദനകൾക്ക് ഒരു സാന്ത്വനമാകാനുള്ള പാഠങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ പാകപ്പെടുത്താനാണ് നമ്മൾ ഇത്രത്തോളം ഹാർഡ്ഷിപ്പിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം മുൻജന്മങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ സോൾ പർപ്പസ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഈ ജന്മത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈ പ്രായത്തിനിടയ്ക്ക് തന്നെ ഇത്രയും വലിയ ഹാർഡ്ഷിപ്പിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ പരീക്ഷിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തത്. നിങ്ങൾ ആ വേദനകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആ പാഠങ്ങൾ ഇനി വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് നിങ്ങളുടെ നിയോഗം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാപ്തരാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഹീലേഴ്സാണ്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സിലിട്ട് ആറ്റിക്കുറുക്കി ഒരു തീരുമാനത്തിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻറ്റിൻ്റെ നീതിന്യായത്തിൻ്റെ തൊട്ടുമുള്ള ഇതാണ്. ആ ജഡ്ജ്മെൻറ്റാണ് നമ്മുടെ കോടതി കേസ്, ആ വിധിയല്ല കേട്ടോ, നമ്മുടെ ജഡ്ജ്മെൻറ്റ്. നമ്മൾ ഫൈനലൈസ് ചെയ്യപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, നമ്മൾ വേൾഡിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ കാർഡാണ് ജഡ്ജ്മെൻറ്റ്. ഇത് 20 ഇത് 21 അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയറിൽ പോകണം. വേൾഡിൽ നിന്ന് റിവേഴ്സിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ വരുന്നത് 20 എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് 18 ആണ്. ഇത് 20 ആണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് 19 വരുമായിരിക്കും. അപ്പോൾ ഇവിടെ 20 വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ്. ഇനിയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ കർമ്മ മിക്കവാറും ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ കർമാസ് വലിച്ച് തലയിൽ വയ്ക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജഡ്ജ്മെൻറ്റിലൂടെ മാത്രമേ നിങ്ങളുടെ ഈവൻ എ സിംഗിൾ വേർഡ് ഷുഡ് ബി അട്ടേർഡ് കേട്ടോ. ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പറയണോ വേണ്ടയോ, നോട്ടം പോലും സൂക്ഷിക്കണം. അതാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ്, നിങ്ങൾക്ക് നിഗൂഢതകളെല്ലാം വെളിവാകാൻ പോകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിവീൽഡ് ആവുന്നുണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഈ ജന്മം എടുത്ത് വന്നിട്ടുള്ളത്, നിങ്ങളുടെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ സോൾ പർപ്പസിലേക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന പാസ്റ്റ് ലൈഫ് റീഡിങ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ കാർമികമായിട്ടുള്ള നിങ്ങളുടെ എന്തെല്ലാം കർമാസാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്, എന്തെല്ലാമാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുണ്ടായിരുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കുന്ന റീഡിങ്ങുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിൻ്റെ ഗൈഡൻസ് ആകാശിക് റെക്കോർഡ് പോലുള്ളവ എടുക്കുന്നതാവാം, നാഡീജ്യോത്സ്യം പോലുള്ളവ എടുക്കുന്നതാവാം. അങ്ങനെ ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ കർമ്മ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു, നിങ്ങളുടെ കാർമിക് ഡെപ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്ന വീഡിയോസ്, ഇപ്പോൾ വീഡിയോസിലൂടെയാണല്ലോ നമുക്കറിയാൻ മാർഗമുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതോ നാഡി ജ്യോതിഷമോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ആകാശിക് റെക്കോർഡ്സോ ഒക്കെ നിങ്ങൾ എടുത്തിട്ടുള്ളതോ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്നും ഈ ലൈഫിൽ അതിൻ്റെ ബാക്കി എന്താണെന്നും നിങ്ങൾ എന്തിനാണ് ഈ വേദന അനുഭവിച്ചതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മിക്കവാറും ടാറോ റീഡിങ്സിലൂടെ തന്നെയായിരിക്കും നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ കാർമികമായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ. അടുത്ത കാർഡ് വന്നിട്ട് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ സ്ട്രെയിറ്റ് ആയിരിക്കും, നേരെ സ്ട്രെയിറ്റ്, ഒരു പാർഷ്യാലിറ്റി ഇല്ല, ഒരു വശവും വലതുവശവും ഇടതുവശവും ഇല്ല, നേരെ സ്ട്രെയിറ്റ് കട്ട് ആൻഡ് ഡ്രൈവ്, ഒൺലി ഫോക്കസ് ഓൺ യുവർ മോക്ഷം, ഒൺലി ഫോക്കസ് ഓൺ യുവർ സ്വാഡാണ്, നമ്മുടെ ചിന്തകൾ ഷാർപ്പായിരിക്കണം, വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങളിനി പോകുന്നത് വളരെ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള വഴിയിലൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ പറയുമ്പോൾ നമ്മൾ സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ തന്നെ പറഞ്ഞു നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരും, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സോൾ പർപ്പസിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമുക്കിവിടെ പറയാനുള്ളത്. ഇന്ന് കിട്ടിയേക്കുന്ന മുഴുവൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും സോൾ പർപ്പസിനെ കുറിച്ചുമാണ് കേട്ടോ. 6 ഓഫ് സോഡ്സ് ആണ്. അതായത് അകലം പാലിക്കേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ അകലം പാലിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അവരെ വിട്ടയക്കുക. കാരണം അവരെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരല്ല. ഈ അകലം പാലിക്കേണ്ട ആളുകൾ, നിങ്ങളൊരു കൺഫ്യൂഷനിൽ ഇപ്പോൾ നിൽക്കുന്നില്ലേ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നോർത്ത് നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നില്ലേ, വിട്ട് കളയണോ വേണ്ടയോ എന്നോർത്ത് നിങ്ങൾ പേടിച്ച് നിൽക്കുന്നില്ലേ, ആ ആളുകളെ വിട്ട് കളഞ്ഞേക്കുക. കാരണം അവരാണ് നിങ്ങളെ വന്ന് ഈ വലിയ പാഠം പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വിട്ടയക്കുക, അവരെ പോകാൻ അനുവദിക്കുക. കാരണം അവർ വന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞിരിക്കുന്നു, അവരെ പോകാൻ അനുവദിക്കുക എന്നാണ്. അപ്പം പോകാനുള്ളവരെല്ലാം പൊയ്ക്കോട്ടെ. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം, എനിക്ക് നല്ലതല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് പോകണം എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം, എനിക്ക് നല്ലതല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് 6 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് പോയിക്കോളും. ഓക്കെ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം. കുറച്ചേരം കഴിഞ്ഞിട്ട് അവരിങ്ങ് പോരട്ടെ, ഇവരിങ്ങ് പോരട്ടെ, ലെവലിങ്ങ് പോരട്ടെ, ലെവലിങ്ങ് പോരട്ടെ എന്ന് പറയരുത്. ആവശ്യമില്ലാത്തവരെല്ലാം പോകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. പിന്നെ അത് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ പോകരുത്.
അപ്പോൾ അതാണ് 6 ഓഫ് സോർഡ്സ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സമാധാനം തരാത്ത എല്ലാവരും പൊയ്ക്കോട്ടെ, അവരൊന്നും നമുക്ക് ആവശ്യമില്ലാത്തവരാണ്. ഓക്കെ. പേജ് ഓഫ് വാണ്ട്സ്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് കണ്ടോ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, നിങ്ങളുടെ മുൻജന്മത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്, നിങ്ങൾക്ക് നേടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പ്രാപ്തമാവുന്നുണ്ട്. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. എന്ത് റിസ്ക് എടുത്തും ഇനി അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പർപ്പസിനാണോ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അതിലേക്കുള്ള യാത്രയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം മുതൽ അങ്ങോട്ട് ഉള്ളത്. അപ്പം ഇന്നത്തെ ഈ റീഡിങ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇന്ന് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കുറേ അധികം ആളുകൾക്ക്, ഈ വീഡിയോ കാണുന്ന കുറേ അധികം ആളുകൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത കുറേ അധികം കാർമിക് ഡെപ്റ്റുകൾ ഇവിടെ തീർന്നു, ഉപേക്ഷിച്ചു. അപ്പോൾ തന്നെ കുറേ ആളുകളും നിങ്ങളിൽ നിന്ന് ഇനി അകന്നു പോകും. നിങ്ങളറിയേയില്ല, അവർ പതുക്കെ പതുക്കെ പൊയ്ക്കോളും. നിങ്ങൾ പുറകെ പോയി പിടിക്കാൻ നിൽക്കേണ്ട, അവർ പൊയ്ക്കോട്ടെ. അവർ നിങ്ങളുടെ ജീവിതത്തിൽ പാഠം പഠിപ്പിക്കാൻ വന്നവരാണ്, പഠിപ്പിച്ചു, അവർ പൊയ്ക്കോട്ടെ. അവരവരുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളവരാണ്, അവർ പൊയ്ക്കോട്ടെ. നിങ്ങൾ പിന്നാലെ നടന്നവരെ തേടി പോകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ പേജ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ പാഷൻ, അത് നിങ്ങളുടെ സോൾ പർപ്പസ് ആയിരിക്കും. ആ സോൾ പർപ്പസിലേക്കുള്ള യാത്ര നിങ്ങൾ തുടങ്ങുക. ഇവിടെ ഒരു പുതിയ തുടക്കം എന്നാണ് പറയുന്നത്, ഇവിടെയും പുതിയ തുടക്കം എന്നാണ് പറയുന്നത്. ഓക്കെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 5 ഓഫ് കപ്സ് വരുന്നുണ്ട്. പോകുന്നവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, അവർ പൊയ്ക്കോട്ടെ, അവർ പോകേണ്ടവർ തന്നെയാണ്. നിങ്ങളതോർത്ത് ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. നിങ്ങളുടെ ലേബറിനുള്ള കൂലി നിങ്ങൾക്ക് വരുന്നു, ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. എഴുന്നേൽക്കുന്ന സമയം മുതൽ ദൈവത്തിന് നന്ദി പറയുക. ഓക്കെ. കിട്ടിയിട്ടുള്ള എല്ലാ സർവ്വ ഐശ്വര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുക. തന്നിട്ടുള്ള നന്മകൾക്കെല്ലാം നന്ദി പറയുക. ഇനി വരാൻ പോകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക. ഓക്കെ. വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക. നിങ്ങൾക്കുള്ളതെല്ലാം യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഏഞ്ചൽസ് ഓർക്കിൾസും കൂടെ നോക്കാം, ഏഞ്ചൽസ് മെസ്സേജും കൂടെ. ഏഞ്ചൽസ് മെസ്സേജ് ഫോർ യു. ഏഞ്ചൽസ് എന്താണെന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ്, ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളുടെ സോൾ പർപ്പസിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോട് വളരെയധികം ആകർഷണവും സ്നേഹവും, അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം കൃത്യമായി മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ആളുകളോട് നിങ്ങൾക്ക് ആത്മീയമായിട്ടായാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണെങ്കിലും സഹായം ചോദിക്കാം. നിങ്ങൾക്കപ്പോൾ അവരോടൊരു പ്രത്യേക മമത തോന്നുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും. അടുത്തത്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയാൻ പോകുന്നു. കരുതിയിരിക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയാൻ പോകുന്നു. നിങ്ങൾ പുതിയ ഒരാളാകാൻ പോവാണ്. റൊമാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന റൊമാൻസ് അല്ല ഇത് പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ഓരോ അണുവിനോടും തോന്നുന്ന റൊമാൻസാണ് കേട്ടോ. ഇന്നേ ദിവസം മുതൽ നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. ലൈഫിൻ്റെ പുതിയൊരു തലത്തിലേക്ക് പോകുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എണ്ണപ്പെട്ട ആളുകളിൽ ചിലരാണ് നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊരു അറിവ് പറഞ്ഞു തന്നപ്പോൾ തിരിച്ച് നന്ദി സൂചകമായിട്ടൊരു ലൈക്ക് തരിക. അപ്പോൾ അങ്ങനെ ഒരു ലൈക്ക് തന്നാൽ സന്തോഷം. ലൈക്ക് തന്നില്ല, ഡിസ്ലൈക്ക് തന്നാലും സന്തോഷം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. വായിക്കുന്ന റീഡിങ്സ് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.